ഇറാൻ ആക്രമണത്തിൽ ഗൾഫിൽ 2 ബംഗ്ലാദേശ് പൗരന്മാർ മരിച്ചതായി ബംഗ്ലാദേശ് സർക്കാർ. 7 ബംഗ്ലാദേശ് പൗരന്മാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശ് കപ്പൽ യുഎഇയിലെ ജബൽ അലി തുറമുഖത്ത് കുടുങ്ങിക്കിടക്കുന്നതായും അറിയിക്കുന്നുണ്ട്. ആർ അച്യുതൻ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. അച്യുതൻ, ഈ ആക്രമണത്തിൽ ഈ നിലയിൽ പലയിടങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ജീവൻ പൊലിയുന്ന സാഹചര്യമുണ്ട്. അല്പം മുമ്പ് നമ്മൾ ഒമാനിൽ ഒരു ഇന്ത്യക്കാരൻ മരിച്ചതായുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇപ്പോൾ ഇതാ സമാനമായ നിലയിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള അവരുടെ പ്രതികരണമായി ബംഗ്ലാദേശി പൗരന്മാരുടെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ട് എന്നതാണ് അറിയുന്നത്, അല്ലേ? അസിത, ഈ നിലവിലെ മിഡിൽ ഈസ്റ്റിലെ സംഘർഷത്തിൽ ബംഗ്ലാദേശിന്റെ 2 പൗരന്മാർ മരിച്ചതായാണ് ബംഗ്ലാദേശ് സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. 7ഓളം ബംഗ്ലാദേശ് പൗരന്മാർക്ക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ പരിക്കേറ്റിട്ടുണ്ട്, വിവിധ ഇടങ്ങളിലായി പരിക്കേറ്റിട്ടുണ്ട് എന്നുകൂടി ബംഗ്ലാദേശ് സർക്കാർ അറിയിക്കുന്നു. വിമാന സർവീസുകൾ, നിലവിൽ ഈ മേഖലയിലെ വിമാന സർവീസുകൾ റദ്ദാക്കിയ അവസ്ഥയാണുള്ളത്. വിമാന സർവീസുകൾ പുനരാരംഭിച്ചു കഴിഞ്ഞാൽ എംബസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും എന്നാണ് ബംഗ്ലാദേശ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ബംഗ്ലാദേശിന്റെ ഒരു കപ്പൽ യുഎഇയിലെ ജബൽ അലി തുറമുഖത്ത് കുടുങ്ങിക്കിടക്കുന്നതായി കൂടി ബംഗ്ലാദേശ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നുണ്ട്. കപ്പലിലെ ക്യാപ്റ്റനുമായി സംസാരിക്കുകയും ക്രൂ അംഗങ്ങൾ സുരക്ഷിതരാണ് എന്ന വിവരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിലെ ഈ സംഘർഷം അവസാനിപ്പിക്കുവാൻ വേണ്ടി എല്ലാ തരത്തിലുമുള്ള ഈ നയതന്ത്ര സംഭാഷണങ്ങളിലേക്ക് രാജ്യങ്ങൾ മടങ്ങണം എന്നാണ് ബംഗ്ലാദേശും ആവശ്യപ്പെടുന്നത്. കടുത്ത ആശങ്കയാണ് സ്വന്തം പൗരന്മാരുടെ ഈ സുരക്ഷ സംബന്ധിച്ച ബംഗ്ലാദേശും ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ശരി, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.